ബിനു എന്തുണ്ട് മുത്തേ? സുഖം. അല്ല ബിനു, എന്നെ സംബന്ധിച്ചോളം ബിനുവെ കാണുമ്പോ മനസ്സിൽ ഭയങ്കര സന്തോഷമുള്ള മുഹൂർത്തങ്ങളാണ് അല്ലെ. വലിയൊരു ആക്സിഡന്റ് കഴിഞ്ഞിട്ടല്ലേ, അവിടെയാണ് ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. ഒരാൾ നഷ്ടപ്പെട്ടു, അത് നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റില്ല, വിധി അങ്ങനെയാണ് അല്ലെ. നഷ്ടപ്പെടാതെ കുറെ പേര്, പക്ഷെ അവരിലൊക്കെ അതിജീവിച്ച് വന്ന ബിനു, ഞാനന്ന് കണ്ട് ഞാൻ ഒത്തിരി ഹോസ്പിറ്റൽ വരെ വന്ന് താഴെ നിന്നിട്ട് പോയ ആളാണ്, കാണാൻ പറ്റാതെ. ആ ബിനു തിരിച്ച് വീണ്ടും സിനിമയിലെത്തുന്നു, പ്രോഗ്രാമിലെത്തുന്നു എന്ന് പറയുമ്പോൾ ദൈവത്തിന് തന്നെ നന്ദി. അതെ, ഇത്തരം സന്ദർഭങ്ങളാണ് നമ്മുടെ പ്രപഞ്ചത്തിലെ ചില സത്യങ്ങളൊക്കെ സത്യമാണ് നമ്മൾ അറിയുന്ന ചില നിമിഷങ്ങൾ. അതൊക്കെ കാരണം വെച്ചാൽ ഞാനിപ്പോൾ 2-3 ചാനലിലുമായിട്ടും അല്ലാതെയൊക്കെ ഞാൻ പറഞ്ഞു പോയ ഒരു വലിയ ഒരു ബന്ധമാണ്. ഞങ്ങൾ ആക്സിഡൻറ്റ് പറ്റിയ അന്ന് എന്തോ ഒരു വല്ലാതെ നമുക്ക് എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നൊരു തോന്നൽ നമുക്ക് വരിക. ആ തോന്നൽ വന്നിട്ട് ഈ വണ്ടിയുടെ ഫ്രണ്ടിൽ പുള്ളി ഇരിക്കുന്നത്, അതിനകത്ത് മാറുന്നില്ല വണ്ടിയുടെ അത് മാത്രമല്ല, അളിയനാണ് എപ്പോഴും ഫ്രണ്ടിൽ ഇരിക്കുന്നത്. അന്ന് മൊത്തം ഈ സുധി ഇവൻ എന്ത് ചെയ്താൽ അവിടെ നിന്ന് മാറില്ല. മാറില്ല. അത് കണ്ട് തിരിച്ച് ഞങ്ങൾ പ്രോഗ്രാമിന് പോയപ്പോൾ പല സ്ഥലത്ത് വെള്ളം കുടിക്കാൻ നിർത്തുന്നു, ഭക്ഷണം കഴിക്കാൻ നിർത്തുന്നു, ചെറുകടിയും ചായയും കുടിക്കാൻ, ഇതെല്ലാം കഴിക്കുമ്പോഴും പെട്ടെന്ന് ഇവൻ വണ്ടിയുടെ ഫ്രണ്ടിൽ കയറിയിരിക്കും, ഫ്രണ്ട് സീറ്റിൽ. ഇത് അങ്ങോട്ട് തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ അതും വേറൊരു കാര്യം. ഇപ്പം മഹേഷ് കുഞ്ഞുമോൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു കലാകാരൻ. പുള്ളി അവൻ അങ്ങോട്ട് വന്ന് വേറെ വണ്ടിയിലാണ്, ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ ഞങ്ങളുടെ വണ്ടിയിൽ, ഇന്ന് ഞാൻ നിങ്ങളുടെ കൂടെ വരാം, കുറേ തമാശ കേട്ട് ചിരിക്കണം, എറണാകുളം വരെ എന്നും പറഞ്ഞ് ആ പയ്യൻ നിങ്ങളുടെ വണ്ടിക്കകത്ത് കയറുന്നു. അപ്പോഴും സുധി എന്നെ ഫ്രണ്ടിൽ ഇരുത്തില്ല. അപ്പം അങ്ങനെ നമ്മളോരോ നിമിത്തങ്ങളും എന്തൊക്കെയോ ഒരു പിന്നെ ഈ സുധിയുടെ മുഖത്ത് ഇവിടെ തന്നെ ഒരു പാട്, ഇങ്ങനെ ചിരിക്കുമ്പോൾ ഇവിടെ കൊഴിഞ്ഞു കറക്റ്റ് ഒരു പാട്. ഇത് ഇവിടെയല്ല എനിക്ക് വന്നത്, കറക്റ്റ് അവൻ്റെ അതേ സ്ഥലത്ത് തന്നെ ആ പാട് ഇവിടെ തന്നിട്ട് അവൻ അങ്ങ് പോയി. അപ്പം അതിൽ നിന്ന് നമ്മളിപ്പോഴും ഒന്ന് റിക്കവറായിട്ടില്ല. നമ്മളൊക്കെ ഈ മനസ്സുകൊണ്ട് ദുർബലന്മാരായതുകൊണ്ട് എന്തെങ്കിലും ഇത് വരുമ്പോൾ അതൊക്കെ കയറി വരും. അപ്പം അങ്ങനെ ഒരു പറഞ്ഞാൽ ദൈവാധീനം എന്ന് വെച്ചാൽ അവർക്കത് പറ്റി, എനിക്കൊന്നും പറ്റിയില്ല എന്നുള്ളതല്ല, ഒരിക്കലും അല്ല. എന്തോ ഒരു അന്ന് അവൻ്റെ ദിവസമായിരുന്നു. അന്ന് ഞാനും അവനും ഒന്നിച്ച് കൂടെ ഉണ്ട്. ഞങ്ങൾ ആക്സിഡൻറ്റ് പെട്ടെന്ന് എന്തോ ഒരവസ്ഥ അങ്ങനെ അങ്ങ് പോയി. തിരിച്ചു നമ്മുടെ ഡബിങ്ങിന് വന്നപ്പം പുള്ളിയുടെ ഭയങ്കര ഒരു വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നില്ലേ? എനിക്ക് ഇറങ്ങാൻ പറ്റില്ല. ആള് ക്രച്ചസിലാണ് വന്നിരുന്നത് നമ്മൾ ഡബ് ചെയ്യാൻ വേണ്ടിട്ട്, ഓർമ്മയുണ്ടോ? പിന്നെ നമ്മളത് എറണാകുളത്തേക്ക് എത്തിക്കുന്നത് ഞാനാണ്. ഇവർക്കൊന്നും പരിചയമില്ലാത്ത കാലഘട്ടത്തിൽ കൊല്ലസുദ്ധി എൻ്റെ വീട്ടിൽ, ഞാൻ വാടക വീട്ടിൽ താമസിക്കുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ പായ തലങ്ങണിയിട്ട് ഞങ്ങൾ ഒരുമിച്ച് കിടന്നു തുടങ്ങി. അവനവിടുന്ന് വരുന്നു, താമസിക്കുന്നു, ഞാൻ സീരിയൽ എഴുതുമ്പോൾ എൻ്റെ കൂടെ വരുന്നു, അങ്ങനെയായിരുന്നു അത്. പിന്നെയാണ് ഈ റിയാലിറ്റി ഷോ ഒക്കെ വന്നിട്ട് ശ്രുതി അങ്ങോട്ട് മാറി എൻ്റെ അപ്പോഴും ബന്ധങ്ങളുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞാനാണ് കൊല്ലം അന്ന് ഒരു വടക്ക് ആവശ്യങ്ങനെ അവിടെ നിന്ന് ഞാൻ എറണാകുളത്തേക്ക് കൊണ്ടുവരുന്നത് ഞാനാണ്, ചെറിയ പരിപാടികളൊക്കെ ആയിട്ട്. ശ്രുതി ഒരു ഭയങ്കര നഷ്ടം തന്നെയാണ്. എന്ത് സംശയം എനിക്ക് ബിനു ഇപ്പോൾ പറഞ്ഞ ഒരു അതാണ് എനിക്ക് മനസ്സിൽ, എനിക്ക് സംസാരിക്കാൻ മുന്നോട്ട് ആ ഒരു പാട് ഇവിടെ തന്നിട്ട് പോയി അല്ലേ? ഭയങ്കരമായിട്ടത് ശ്രുതിക്കുള്ളതാണ്. അതെ, ശ്രുതി ഇങ്ങനെ ചിരിക്കുമ്പോൾ ഒരുപാട് കഥ ഇവിടെ തന്നെ വലത് സൈഡിൽ ഇങ്ങനെ ചിരിക്കുമ്പോൾ ഒരു പാട് വരും. ചിരി നിർത്തുമ്പോൾ പോവും. അതെ, എടോ എന്താടോ, ആരോടും ഒരു പരിഭവങ്ങളോ പരാതികളോ ഇടിച്ചു കയറ്റോ പിടിച്ചു പറയോ ഒരാളെ പറ്റി ഒരു കുറ്റം പറയോ ഒന്നും ചെയ്യില്ല. ഞാനിതുവരെ കേട്ടിട്ടില്ല അല്ലേ? ചുമ്മാ ചിരിക്കും. പിന്നെ പുള്ളിക്ക് ഞാനൊക്കെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രശ്നവുമില്ല, തമാശക്കേ. അപ്പോൾ നമ്മളോട് കുറ്റം പറഞ്ഞാലും പുള്ളി ഭയങ്കരമായിട്ട് അത് ആസ്വദിക്കുള്ളൂ. അതെ എന്നാ പറഞ്ഞാലും. അപ്പൊ എന്നോട് ബോഡി ഷേമിങ് എന്നൊക്കെ പറഞ്ഞിട്ട് കളിയെതിരെ ഭയങ്കര ആരോപണങ്ങളൊക്കെ പോകുന്നുണ്ട്. പക്ഷെ ശ്രുതിക്കോ തുഷാരുടെ എന്നെ പറ്റി പറയുന്നതിനോ എനിക്കോ
ഈ തങ്കുവിനെ പറ്റി ഇങ്ങനെ പറഞ്ഞോ അവരെ- ഒരു പ്രശ്നം ഞങ്ങളില്ല. അവരാദ്യം ആസ്വദിക്കുക. നമ്മളെന്തെങ്കിലും പറഞ്ഞ അവന്മാരാദ്യം ചിരിക്കണേ. കാരണം നമ്മളുടെ ഉള്ളെന്താന്ന് അവർക്കറിയാം. നമ്മളങ്ങനെ ഇപ്പം ഞാൻ കുഞ്ചാക്കോവനാണല്ലോ, ഞാൻ ബോഡി ഷേമിങ് നടത്താനായിട്ട് ഇത് പറയണ ആൾ നല്ല ചേല. അപ്പം അങ്ങനെ ചെയ്തത് കോമഡിക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു എന്നല്ലാതെ